ലക്ഷണമുണ്ട് കണ്ടിട്ട്. കുളിച്ചു. ഞാൻ പിന്നെ ഉറങ്ങി പോകും. അത് ശരിയാ, ഞാനൊക്കെ കുളിച്ചാലാ ഉറങ്ങി പോകുന്നത്. കുളിച്ചില്ലെങ്കിൽ ഞാൻ ഉറങ്ങും. കണ്ണിന്റെ അകത്തൂടെ പോകുമായിരിക്കും. ശരി, 19 ബി 19 നോക്കൂ. ദ ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട് ആർ അപ്പോയിന്റഡ് ബൈ ദ ഡാഷ്. ആരാണ്? ജഡ്ജസ് ഓഫ് ദ ഹൈക്കോർട്ട് ആർ അപ്പോയിന്റഡ് ബൈ ദ ഡാഷ്. ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ്. സത്യവാചകം ചൊല്ലി കൊടുക്കുന്ന ആരാ? സത്യവാചകം ചൊല്ലി കൊടുക്കുന്ന ആരാ? ഗവർണർ. കേട്ടോ? അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ ഒപ്പിടുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കേട്ടോ? സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. പിടികിട്ടിയോ? അടുത്തത്, ദ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് കംസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡാഷ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഏത് കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നത്? ഏത് കോടതിയുടെ അധികാര പരിധിയിലായിരുന്നു വരുന്നത്? പോയാ രണ്ടെണ്ണം? ഹൈക്കോർട്ട്. കൽക്കട്ട ഹൈക്കോർട്ട്. കൽക്കട്ട. കൽക്കട്ട ഏതിന്റെ തലസ്ഥാനമാണ്? മക്കളെ വിടുന്നില്ലേ? പശ്ചിമ ബംഗാൾ. മക്കളെ കുറച്ചും കൂടി ലീഗൽ നോളജ് അല്ല, കുറച്ചും കൂടെ GK വേണം. കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ആവശ്യം പോലെ എഴുതാനുള്ളതായി ഇനി. കേട്ടോ? മത്സര പരീക്ഷയെ യെസ്. അടുത്തത്, നമ്മുടെ ആൻഡമാൻ നിക്കോബാർ കൽക്കട്ടയെന്ന് പറഞ്ഞല്ലോ. ലക്ഷദ്വീപ് ഏതിൻ്റെ ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത്? ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് വരുന്നത്. കേട്ടോ? ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കേരള ഹൈക്കോർട്ട്, ലക്ഷദ്വീപ്. അത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, എഴുതി വെച്ചോ? എഴുതി സാർ. യെസ്. നെക്സ്റ്റ്, 21. The judges of the High Court shall hold the office until they attain the age of dash. ഹൈക്കോടതി ജഡ്ജി എത്ര വർഷം വരെ ഓഫീസിൽ തുടരും? എത്ര വർഷം വരെ ഓഫീസിൽ തുടരും? 62 years. 62 years. സുപ്രീം കോടതി ജഡ്ജിയോ? 65 years. അപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയാൽ ഒരു 3 വർഷവും കൂടി സർവീസിലിരിക്കാം, അല്ലേ? യെസ്, 65 years. സുപ്രീം കോടതി 65 years, ഹൈക്കോടതി 62 years. യെസ്. അടുത്തത്, ദ ഫസ്റ്റ് ഓൾ വുമൺ കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ കോർട്ട്, സ്ത്രീകൾക്ക് മാത്രമായ കോടതി, ഓൾ വുമൺ കോർട്ട് ഏതാണ്? മാൽഡ. മഹിള എന്ന് പഠിച്ചുകൊണ്ട് പോയാൽ അത് മാൽഡ എന്ന് വായിച്ചാൽ മതി. മാൽഡ. ഫസ്റ്റ് വുമൺ കോർട്ട് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഓൾ വുമൺ കോർട്ട് ഇൻ ഇന്ത്യ, മാൽഡ. അടുത്തത്, ദ ഫസ്റ്റ് ഹൈക്കോർട്ട് ടു എസ്റ്റാബ്ലിഷ് എ ഗ്രീൻ ബെഞ്ച് ഇൻ ഇന്ത്യ. ഗ്രീൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് ബെഞ്ചാ മക്കളെ? എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടത്. എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ബെഞ്ചിനെയാണ് ഗ്രീൻ ബെഞ്ച് എന്ന് പറയുന്നത്. അത് ഏതാണ് ഫസ്റ്റ് ഗ്രീൻ ബെഞ്ച്? കൽക്കട്ട ഹൈക്കോർട്ട്.
കൽക്കട്ട ഹൈക്കോടതി. കൽക്കട്ട ഹൈക്കോടതിക്ക് ഏതിൻ്റെ ജൂറിസ്ഡിക്ഷൻ കൂടി ഉണ്ടെന്നാ പറഞ്ഞേ? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. അടുത്ത് 24. The first state to start mobile court in India. മൊബൈൽ കോടതി തുടങ്ങിയ ആദ്യത്തെ കോടതി ഏതാണ്? ഏതാണ്? ഹരിയാന. ഹരിയാന. ഓക്കെ. The High Court was established in the year dash. Kerala High Court was established in the year dash. ഏത് വർഷമായിരുന്നു? 1956 November 1st. Yes, 1956 November 1st. അതിനു മുമ്പേ കേരളത്തിലെ കേസുകൾ എവിടെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്? എവിടെയായിരുന്നു മക്കളെ? മദ്രാസ് ഹൈക്കോടതി. ഏത് കോടതിയിൽ? മദ്രാസ് ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോടതി. അതുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിമെൻറ്റുകൾ കേരള ഹൈക്കോടതി ജഡ്ജിമെൻറ്റ് 1956 മുമ്പുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജിമെൻറ്റുകൾ കേരളത്തിന് ഇപ്പോഴും ബൈൻഡിങ് ആണ്. ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? യെസ്. The number of districts that come under the jurisdiction of Kerala High Court. കേരള ഹൈക്കോടതി ജൂറിസ്ഡിക്ഷനിൽ എത്ര ഡിസ്ട്രിക്റ്റാണ് പെടുന്നത്? ഏതാണ്? എത്ര ഡിസ്ട്രിക്റ്റ് പെടും? 15. 15. എന്തുകൊണ്ടാ? ലക്ഷദ്വീപ് ഒരു ജില്ലയായി പരിഗണിക്കും. മനസ്സിലായോ? കേരളത്തിൽ എത്ര ജില്ലയുണ്ട് മക്കളെ? 14. കേരളത്തിൽ റവന്യൂ ഡിസ്ട്രിക്ട് 14. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കൃത്യമായി പഠിച്ചോണ്ട് പോകാത്തവർ 14 ടിക്ക് ചെയ്ത് വെച്ചോളെ. മനസ്സിലായോ? ലക്ഷദ്വീപിനെ ഒരു ജില്ലയായി പരിഗണിക്കും. അങ്ങനെ 15 ജില്ല. യെസ്. അപ്പോൾ വായിച്ചേ. 19. The judge of High Court are appointed by the President. 20. Andaman Nicobar Islands comes under the jurisdiction of Calcutta High Court. 21. The judge of the High Court shall hold office until they attain the age of 62 years. Yes. 22. First all-woman court in India, Malda. 23. First High Court to establish a green bench in India, Calcutta High Court. 24. First state to start mobile court in India, Haryana. 25. Kerala High Court was established in the year 1956 November 1st. 26. The number of districts that come under the jurisdiction of Kerala High Court, 15. Sir, ഒരു മിനിറ്റ് ട്ടോ. Yes. 19. The judges of High Court are appointed by the President. 20. Andaman Nicobar Islands comes under the jurisdiction of Calcutta High Court. 21. The judges of the High Court shall hold office until they attain the age of 62 years. 22. First all-woman court in India, Malda. 23. First High Court to establish a green bench in India, Calcutta High Court. 24. First state to start mobile court in India, Haryana. 25. Kerala High Court was established in the year 1956 November 1st. 26. The number of districts that come under the jurisdiction of Kerala High Court, 15. Yes. Any doubts? Yes, sir. 27. The first Chief Justice of Kerala High Court. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? K.T. Koshi. KT കോശി. ജസ്റ്റിസ് KT കോശി. അത് ഇന്ത്യയുടെ ജുഡീഷ്യൽ ഹിസ്റ്ററിയുടെ ചരിത്രമാണ് ജസ്റ്റിസ് KT കോശി. ഓക്കെ. ഈ KT കോശി
എന്ന് പഠിച്ചുകൊണ്ട് പോകുന്നവർക്ക് KT ഓർമ്മ വന്നാൽ പണി കൊടുക്കുന്നതിന് വേണ്ടിയാണ് KT ശങ്കര സാറിൻ്റെ പേര് ചേർത്തേക്കുന്നത്. കണ്ടോ? എന്താ സാർ? KT കോശി എന്ന് പഠിച്ചുകൊണ്ട് പോകുമ്പോഴേ അത്ര ഓർമ്മയില്ലാത്തവർക്ക് ഈ KT മാത്രം വന്നാൽ ഒരു പണി കൊടുക്കുന്നതിന് വേണ്ടിയാണ് KT ശങ്കര സാറിൻ്റെ പേരും കൂടെ കൊടുത്തേക്കുന്നത്. KT ശങ്കര സാർ ഇപ്പോൾ റിട്ടയറായ ഹൈക്കോടതി ജഡ്ജിയാണ് കേട്ടോ. ആ KTയുമായിട്ട് സമാനമായ വേറൊരു പേര് ചേർത്തേക്കുന്നുണ്ടോ? PT ചാക്കോ. കണ്ടോ? അതുകൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു പോയാൽ മാത്രമേ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇതേപോലെ കൺഫ്യൂഷൻസ് വരും. PT ചാക്കോ, KT ശങ്കരൻ, KT കോശി കിടക്കുന്നുണ്ടോ? അതുകൊണ്ട് കൃത്യമായി പഠിച്ചുകൊണ്ട് പോകണം. Question 28. The first judge who resigned from Kerala High Court. കേരള ഹൈക്കോടതിയിൽ നിന്ന് ആദ്യമായി റിസൈൻ ചെയ്ത ജഡ്ജി ആരാണ്? വി ഗിരി. അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് സുപ്രീം കോടതി പോയി പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അടുത്തത്, ദ ന്യൂലി ഫോംഡ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പുതിയതായി നിർമ്മിച്ച ഹൈക്കോടതിയുടെ പേരെന്താണ്? ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ആർക്ക് പോയി? മുമ്പേ ഉണ്ടായിരുന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ആർക്ക് പോയി? തെലുങ്കാന രൂപീകരിച്ചപ്പം തെലുങ്കാനയ്ക്ക് പോയി. തെലുങ്കാന എന്ന് പറഞ്ഞ പുതിയ സംസ്ഥാനം രൂപീകരിച്ചില്ലേ? അപ്പോ ഇതിൻ്റെ സംസ്ഥാന തലസ്ഥാനവും ഹൈക്കോടതികളും ഒക്കെ അങ്ങ് പോയി, തെലുങ്കാനയ്ക്ക് പോയി. അതോടുകൂടി ആന്ധ്രാപ്രദേശിന് ഹൈക്കോടതി ഇല്ലാതെ വന്നു. അപ്പോൾ പുതിയ ഹൈക്കോടതി ഉണ്ടാക്കി. മനസ്സിലായോ? ദ നമ്പർ ഓഫ് ഹൈക്കോർട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മൊത്തം എത്ര ഹൈക്കോടതികളുണ്ട്? എത്ര ഉണ്ട്? 25. 25 ഹൈക്കോർട്ട്സ്. അടുത്തത്, ദ യൂണിയൻ ടെറിട്ടറി ഹാവിങ് ഇറ്റ്സ് ഓൺ ഹൈക്കോർട്ട്. യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വാട്ട് ഡു യു മീൻ ബൈ യൂണിയൻ ടെറിട്ടറി? കേന്ദ്ര ഭരണ പ്രദേശം. ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന് സ്വന്തമായൊരു ഹൈക്കോടതി ഉണ്ട്. ആർക്കാണ്? ഡൽഹി. ഡൽഹി ഹൈക്കോർട്ട്. ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുജാത മനോഹർ. ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് ദ കേരള ഹൈക്കോർട്ട്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. അത് രണ്ടും മാറിപ്പോകരുത്. ഒന്ന് സുജാത മനോഹർ എന്ന് പറഞ്ഞ ജഡ്ജി ചീഫ് ജസ്റ്റിസും അന്ന ചാണ്ടി സാധാരണ ജസ്റ്റിസുമാണ്. മനസ്സിലായോ? ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ്. ആദ്യത്തിനകത്ത് ആ ചീഫ് എന്നുള്ളതിനെ ഒന്ന് പ്രത്യേകം ഇൻഡിക്കേറ്റ് ചെയ്യണം, വിട്ടുപോകരുത്. ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് സുജാത മനോഹർ. രണ്ടാമത് ഫസ്റ്റ് വുമൺ ജഡ്ജ്. ഫസ്റ്റ് വുമൺ ജഡ്ജ്, അവിടെ ചീഫില്ല. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് ദ കേരള ഹൈക്കോർട്ട് അന്ന ചാണ്ടി. ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. കേരള ഇല്ല അവിടെ. ഇന്ത്യയിലെ മൊത്തം ഹൈക്കോടതികളിലെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? ലൈല സേത്ത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യനാണ്.
The first woman Chief Justice of Kerala High Court, Sujata Manohar. The first woman judge of the Kerala High Court, Anna Chandi. The first woman Chief Justice of High Court, Leila Sat. The first woman magistrate in India. ഹൈക്കോടതി ജഡ്ജിയുടെ കാര്യമല്ല പറഞ്ഞത്, മജിസ്ട്രേറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓമന കുഞ്ഞമ്മ. ഈ ഓമന കുഞ്ഞമ്മയെ വല്ല പരിചയമുണ്ടോ? തിക്കുറിശിയെ കേട്ടിട്ടുണ്ടോ? തിക്കുറിശിയെ കേട്ടിട്ടുണ്ടോ? തിക്കുറിശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞൊരു നടനെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഓമന കുഞ്ഞമ്മ. ദ ഫസ്റ്റ് വുമൺ മജിസ്ട്രേറ്റ് ഓഫ് ഇന്ത്യ, ഓമന കുഞ്ഞമ്മ. മജിസ്ട്രേറ്റ് ഓഫ് കേരള അല്ല കേട്ടോ, ഫസ്റ്റ് വുമൺ മജിസ്ട്രേറ്റ് ഓഫ് ഇന്ത്യ, ഓമന കുഞ്ഞമ്മ. ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്സ് വാസ് ഫാത്തിമ ബീബി ഫ്രം കേരള. ബ്രാക്കറ്റ് എഴുതിയിട്ടുണ്ട്, ഫ്രം കേരള. ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് വാസ് ഫാത്തിമ ബീബി ഫ്രം കേരള എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടേക്കണം. മനസ്സിലായോ? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വുമൺ ജഡ്ജി കേരളത്തിൽ നിന്നായിരുന്നു, ഫാത്തിമ ബീബി. റൈറ്റ്? യെസ്. അപ്പോൾ ഒന്ന് വായിച്ചേ. 27. The first Chief Justice of Kerala High Court, K.T. Koshi. 28. The first judge who resigned from Kerala High Court, V. Giri. 29. The newly formed High Court in India, Andhra Pradesh. 30. The number of High Courts in India, 25. 31. The Union Territory having its own High Court, Delhi. The first woman Chief Justice of Kerala High Court, Sujata Manohar. The first woman Judge of Kerala High Court, Anna Chandi. The first woman Chief Justice of High Court, Leila Seth. The first woman Magistrate of India, Omana Kunyamma. The first woman Judge of Supreme Court was Fatima Bibi. Yes. 7. The first Chief Justice of Kerala High Court, K.T. Koshi. 28. The first judge who resigned from Kerala High Court, V. Giri. 29. The newly formed High Court in India, Andhra Pradesh. 30. The number of High Courts in India, 25. 31. The Union Territory having its own High Court, Delhi. The first woman Chief Justice of Kerala High Court, Sujata Manohar. First woman Judge of Kerala High Court, Anna Chandi. The first woman Chief Justice of the High Court, Leila Seth. The first woman Magistrate of India, Omana Kunyamma. The first woman Judge of Supreme Court was Fatima Bibi from Kerala. Yes. Any doubt? Illa sir. Yes. Next, 32. The High Court which has the most number of states in its jurisdiction. ഒരു ഹൈക്കോടതിക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിൻ്റെ അധികാരമുള്ള ഹൈക്കോടതി ഏതാണ്? ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലായോ? The High Court which has the most number of states in its jurisdiction. ഒരു ഹൈക്കോടതിക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിൻ്റെ അധികാരമുള്ള ഹൈക്കോടതി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? മനസ്സിലായി. ഏതാണ്? ഗുവാഹട്ടി. ഏതൊക്കെ സംസ്ഥാനത്തിൻ്റെ അധികാരമുണ്ട് ഗുവാഹട്ടിക്ക്? മക്കളെ? ആസാം, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്. എത്രയായപ്പം? 4 സംസ്ഥാനത്തിൻ്റെ അധികാരമുള്ളൊരു ഹൈക്കോടതിയാണ് ഗുവാഹട്ടി ഹൈക്കോടതി. യെസ്. അപ്പോൾ 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി ഏതാണ്? കൽക്കട്ട ഹൈക്കോടതി.
കൽക്കട്ട ഹൈക്കോടതിക്ക് എങ്ങനെ ഏറ്റവും പഴക്കം ചെല്ലാനുള്ള കാരണം എന്താണെന്നറിയാമോ? അറിയാമോ? ബ്രിട്ടീഷുകാർക്ക് ഒരു കോടതി ഇന്ത്യയിൽ വേണമെന്ന് തോന്നിയപ്പോൾ അവരാദ്യമായി ഉണ്ടാക്കിയ സുപ്രീം കോടതി കൽക്കട്ടയിലാണ്. ആ സുപ്രീം കോടതിയെ ഫെഡറൽ കോടതിയായി എങ്ങോട്ട് മാറ്റുന്നു? ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ കൽക്കട്ടയിൽ ഇരുന്ന ആ സുപ്രീം കോടതിയെ കൽക്കട്ട ഹൈക്കോർട്ടാക്കി ഡിക്ലെയർ ചെയ്തു. മനസ്സിലായോ? അതുകൊണ്ടാണ് കൽക്കട്ട ഹൈക്കോടതി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി എന്നറിയപ്പെടുന്നത്. ആ ഹൈക്കോടതി ബിൽഡിംഗ് ഇതുവരെ പൊളിച്ചിട്ടില്ല. അന്നത്തെ അതേ പ്രാചീന സൗന്ദര്യം വിളിച്ചോന്ന ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. കേരള ഹൈക്കോടതി, പഴയ ഹൈക്കോടതി അവിടെ ഉണ്ട്. പുതിയ ഹൈക്കോടതിയിലാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി പ്രവർത്തിക്കുന്നത്. ദ പവർ ടു ഇൻക്രീസ് ഓ ഡിക്രീസ് ദ നമ്പർ ഓഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. അത് നമ്മൾ മുമ്പേ പഠിച്ചതാ അല്ലേ? അല്ലേ? ആർക്കാ? പാർലമെന്റ്. In which police station was the FIR relating to the assassination of മഹാത്മാ ഗാന്ധി രജിസ്റ്റേർഡ്? മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നപ്പോൾ ഏത് പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്തത്? മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആളുടെ പേരെന്താണ്? എന്താണ് മക്കളെ? മിണ്ടുന്നില്ലേ? യെസ്. In which police station was the FIR relating the assassination of Mahatma Gandhi registered? നാഥൂറാം വിനായക ഗോഡ്സെയാണ് വെടിവെച്ച് കൊന്നത്. ഓക്കെ. ഏത് പോലീസ് സ്റ്റേഷനിലാണ്? തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷൻ. തുഗ്ലക് ഭവന്റെ മുന്നിൽ വെച്ചാണ് വെടിവെക്കുന്നത് കേട്ടോ. തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷൻ. അത് പ്രത്യേകം പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. തുഗ്ലക് ഭവൻ എന്ന് പറഞ്ഞ ഭവന്റെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുന്നത്. നാഥുറാം വിനായക ഗോഡ്സെ വെടിവെച്ച് കൊന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ചതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ആരുടെ? മഹാത്മാഗാന്ധിയുടെ. അദ്ദേഹത്തിനൊരു ഹാരം അർപ്പിച്ചു. അതിനുശേഷം കാല് തൊട്ട് തൊഴുതു. എന്നിട്ട് നിന്ന് ഒരു തോക്കെടുത്തു ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ. തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷൻ. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് എ ജഡ്ജസ് മിസലനി? ജഡ്ജസ് മിസലനി എന്ന് പറയുന്ന ബുക്കിൻ്റെ കർത്താവ് ആരാണ്? JM ഹിദായത്തുള്ള. അടുത്തത്. The principal bench of the Central Administrative Tribunal is at dash. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. എന്താ മക്കളെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ? കേന്ദ്ര ഭരണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഒക്കെ എടുത്താൽ അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകുന്നതിന് മുമ്പേ എവിടെ പോകണം? സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകണം. അതിനെ CAT എന്ന് പറയും. ക്യാറ്റ് പോകണം. കേരള സർക്കാരിൻ്റെ ഉദ്യോഗത്തിൽ നിലനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഗ്രീവൻസ് പരിഗണിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ട്രൈബ്യൂണലുണ്ട്. അതിനെ KAT എന്ന് പറയും. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അതിനെ കാറ്റ് എന്ന് പറയും. മറ്റേ ക്യാറ്റ് എന്ന് പറയും, പൂച്ച. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂ ഡൽഹി. ഡൽഹി അല്ല, ന്യൂഡൽഹി. പഴയ ഡൽഹി ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? നിസാമുദ്ദീൻ. കേരളത്തിൽ നിന്ന് ട്രെയിനുണ്ട്, തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ്. ഓക്കെ. കേരളത്തിൽ നിന്ന് ഭൂരിപക്ഷം പേരും ഡൽഹിക്ക് പോകുന്ന ട്രെയിൻ അതാണ്. റെഡി?
Yes. Any doubt? ഇല്ല സാർ. യെസ്, വായിക്കൂ കേക്കട്ടെ. 32. The ഉം. High Court, which has the most number of states in its jurisdiction, Guwahati. ഉം. 33. The oldest High Court in India, Calcutta High Court. 34. The power to increase or decrease the number of judges of the Supreme Court rests with the Parliament. 35. In which police station was the FIR relating to the assassination of Mahatma Gandhi registered? Tughlaq Road Police Station. 36. Who is the author of the A Judge's Miscellany? J.M. Hidayatullah. 37. The principal bench of the Central Administrative Tribunal is at New Delhi. യെസ്, ജിഷ്മോള് വായിച്ചേ. 32. The High Court, which has the most number of states in its jurisdiction, Guwahati. 33. The oldest High Court in India, Calcutta High Court. 34. The power to increase or decrease the number of judges of the Supreme Court with the Parliament. In which police station was the FIR relating to assassination of Mahatma Gandhi registered? 36. Who is the author of the book Judge's Miscellany? J.M. Hidayatullah. 37. The principal bench of the Central Administrative Tribunal is New Delhi. Yes. Ignorance of law is not excused. Ignorance of law is Not excused. not excused. ഒരാളെ ഒരു കുറ്റത്തിന് വേണ്ടി അറസ്റ്റ് ചെയ്തു, ട്രയൽ ചെയ്തു, അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അപ്പോൾ അയാൾ പറയാണ്, ഇത് കുറ്റമാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അറിയാമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കോടതി എക്സ്ക്യൂസ് അനുവദിക്കത്തില്ല, അയാളെ ശിക്ഷിക്കും. ഇഗ്നറൻസ് ഓഫ് ഫാക്ട് ഈസ് എക്സ്ക്യൂസ്ഡ്. അവിടെ അടുത്തെഴുതി വെക്കണം, ഇഗ്നറൻസ് ഓഫ് ഫാക്ട് ഈസ് എക്സ്ക്യൂസ്ഡ്. എന്താണ് ഫാക്ട്? ഈ വസ്തുത അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. പക്ഷേ നിയമം അങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. കൊലപാതകം കുറ്റമാണെന്ന് എനിക്കറിയില്ലായിരുന്നു കോടതി, കൊലപാതകം കുറ്റമാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ കൊലപാതകം ചെയ്യത്തില്ലായിരുന്നു, അതുകൊണ്ട് എന്നെ വിട്ടയക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. മനസ്സിലായോ? അവിടെ എന്താ? ഇഗ്നോറൻസ് ഓഫ് ഫാക്റ്റ് ആണ് പറയുന്നത്. എൻ്റെ കക്ഷിയല്ല കൊലപാതകം ചെയ്തത് എന്നാണ് വക്കീൽ പറയുന്നത്. മനസ്സിലായോ? എൻ്റെ കക്ഷി കൊലപാതകം ചെയ്തതായി തെളിവില്ല, അതാണ് ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് ഈസ് എക്സ്ക്യൂസ്ഡ്. ഒരു കുപ്രസിദ്ധനായ പയ്യൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ആ സിനിമ ഒന്ന് കാണും. ആ സിനിമയിൽ എന്താണ്, ഒരു കത്തി ഇല്ലേ കുളത്തിൽ കൊണ്ടിടുന്നു. ആ കത്തിക്ക് 2 വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ എടുത്ത കത്തിയിലെ തുരുമ്പിന് 2 വർഷത്തെ പഴക്കമില്ല. അവർ ഒറ്റ കാരണം കൊണ്ട് ആ ആളെ ശിക്ഷിക്കുന്നില്ല. സോ ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് ഈസ് എക്സ്ക്യൂസ്ഡ്, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസ്ഡ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് സ്റ്റാറ്റ്യൂട്ട് ഈസ് ഓൾഡർ ദാൻ അതേഴ്സ്? താഴെ പറയുന്നതിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമം ഏതാണ്? 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 IPC 1860. അതുകൊണ്ടാണ് ഞാൻ IPC പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞത്, ദ ഫസ്റ്റ് കോഡിഫൈഡ് ലോ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ ക്രോഡീകരിക്കപ്പെട്ട ആദ്യത്തെ നിയമം 1860, ഇന്ത്യൻ പീനൽ കോഡ് 1860. ഓക്കെ. അടുത്തത്, ദ ലോയേഴ്സ് ആർ ഓഫീസ് ഓഫ് ദ കോർട്ട്. ശ്രദ്ധിച്ച് പഠിക്കണം ആ വരി. ദ ലോയേഴ്സ് ആർ ദ ഓഫീസേഴ്സ് ഓഫ് ദ കോർട്ട് ആൻഡ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷൻ അണ്ടർ ദ ഡാഷ്. എന്തിൻ്റെ കീഴിലാണ് ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷനായി നമ്മളെ അംഗീകരിച്ചിട്ടുള്ളത്? അണ്ടർ അഡ്വക്കേറ്റ് ആക്ട്. ലോയേഴ്സ് ആർ നോട്ട് ലയേഴ്സ്. ഇറ്റ് ഈസ് ദ ഓഫീസേഴ്സ് ഓഫ് ദ കോർട്ട്
കോടതിയുടെ ഓഫീസർമാരാണ് ആര്? അഡ്വക്കേറ്റന്മാർ. ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷൻ, അവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള വസ്തുതകൾ ആ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് അഡ്വക്കേറ്റ്സ് ആക്ട്. എന്താക്ട്? അഡ്വക്കേറ്റ്സ് ആക്ട്. അഡ്വക്കേറ്റ്സ് ആക്ട് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ്സ് എന്നല്ല വിളിച്ചിരുന്നത്, ബാരിസ്റ്റർ. എന്താണ്? ബാരിസ്റ്റർ. ഇംഗ്ലണ്ടിൽ നിന്ന് LLB പഠിച്ച് ഇന്ത്യയിൽ വന്ന ആൾക്കാരെ അഡ്വക്കറ്റ് എന്നല്ല വിളിക്കുന്നത്, ബാരിസ്റ്റർ. ഏതെങ്കിലും അഡ്വക്കറ്റിൻ്റെ പേരിനോടൊപ്പം ബാരിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്നല്ല LLB പഠിച്ചത്. എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. അതിനെയാണ് ബാരിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത്. In relation to the case, the terms res judi subjudice means subjudice എന്ന് പറഞ്ഞാൽ എന്താണ്? The case pending before a court. ഏതെങ്കിലും കോടതിയിൽ ഒരു കേസ് പെൻഡിങ് ആണെങ്കിൽ, പെൻഡിങ് ലിറ്റിഗേഷൻ, അതിനെ പറയുന്ന പേരാണ് സബ്ജുഡൈസ്. എന്താണ്? സബ്ജുഡൈസ്. അത് സിവിലിൽ പറയുന്ന പേരാണ് സബ്ജുഡൈസ്. പെൻഡിങ് ലിറ്റിഗേഷൻ. ദ കേസ് ഈസ് പെൻഡിങ് ബിഫോർ എ കോർട്ട്. ദ കേസ് ഹാസ് ബീൻ ഡിസൈഡഡ് ബൈ ദ കോർട്ട്. ഒരു കോടതി ഒരു കേസ് തീരുമാനമെടുത്താൽ അതിനെ നമ്മൾ പറയുന്നത്, വീണ്ടും കേസ് കൊടുക്കുന്നതിനെ നമ്മൾ പറയുന്നതിനെ റസ് ജൂഡിക്കേറ്റ എന്നാണ് പറയുന്നത്. എന്തോന്നാ? Res judicata. Res judicata. The case has been decided by the court. Res judicata. വീണ്ടും ഫയൽ ചെയ്താൽ റസ് ജുഡിക്കേറ്റ ബാധകമാണ്. The case decided by the lower court could be appealed to the higher court. അത് സ്വാഭാവികമായുള്ളതാണ്. ഒരു കോടതി, താഴത്തെ കോടതി ഒരു വിധി പാസാക്കിയാൽ ഹയർ കോടതിയിൽ അപ്പീൽ പോകാം. The case has been dismissed by the court. ഒരു കോടതി ഒരു കേസ് ഡിസ്മിസ് ചെയ്താലും അതൊരു ജഡ്ജിമെൻ്റാണ്, അതിനും അപ്പീൽ പോകാം. അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കുക, റസ് സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ ദ കേസ് ഈസ് പെൻഡിങ് ബിഫോർ എ കോർട്ട് ആൻഡ് ഒറ്റ വാക്ക് എഴുതുക, പെൻഡിങ് ലിറ്റിഗേഷൻ. പെൻഡിങ് ലിറ്റിഗേഷൻ. മനസ്സിലായോ? യെസ്. അടുത്തത് 42. Remarks of a judge which are made casually and are not relevant to this case in hand are known as dash. നമ്മൾ ഇത് മുമ്പേ പഠിച്ചതാ. എന്താണ്? ഒബിക്ടർ ഡിക്റ്റ. ഒരു കേസ് കേൾക്കുമ്പോൾ, കേസിൻ്റെ വാദം കേൾക്കുമ്പോൾ കേസിനെ കുറിച്ച് ജഡ്ജിമാർ കമൻറ്റ് പറയാറുണ്ട്. ആ കമൻറ്റിനെയാണെന്ന് പറയുന്നത് ഒബിക്ടർ ഡിക്റ്റ എന്ന് പറയുന്നത്. കേരളത്തിലൊരു കേസ് കേട്ടപ്പോൾ ഹൈക്കോടതി ജഡ്ജി ഒരു കമൻറ്റ് പറഞ്ഞാൽ ആ കമൻറ്റ് പിറ്റേന്ന് പത്രത്തിൽ വെണ്ടക്കാ നിരത്തി അടിച്ചു വന്നു, 6 കോളം വാർത്തയായിട്ട് വന്നു. CBSE വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കണം. ഇതായിരുന്നു കമൻറ്റ്. അത് ജഡ്ജിമെൻ്റ് അല്ല. കേസ് കേട്ടപ്പോൾ ജഡ്ജിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് CBSE വിദ്യാഭ്യാസം കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തുകൂടാ? അത് പിറ്റേന്ന് വലിയ വാർത്തയായിട്ട് വന്നു. പക്ഷേ അത് ജഡ്ജിമെൻറ്റിൻ്റെ ഭാഗമായിരുന്നില്ല. ഇറ്റ് ഈസ് കോൾഡ് ഒബിക്ടർ ഡിക്റ്റ. എന്താണെന്നാണ്? ഒബിക്ടർ ഡിക്റ്റ. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച കമൻ്റായിരുന്നു കേട്ടോ. എന്നിട്ട് കേരളത്തിലെ CBSE വിദ്യാഭ്യാസം സർക്കാർ എടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് വേറെ കാര്യം. യെസ്. ഓക്കെ, വായിക്കൂ, കേൾക്കട്ടെ. 38. Ignorance of law is not excused. 39. Out of the following, which statute is older than the others? Indian Penal Code 1860. 40. Lawyers are officers of a court and are constituted into an independent profession under the Advocates Act. 41. In relation to case, the term res subjudice means that the case is pending before a court, pending litigation. 42. Remarks of a judge which are made casually and are not relevant to the case in hand are known as obiter dicta.
യെസ്, ജിഷ്മോൾ വായിച്ചേ. 38. Ignorance of law is not excuse, but ignorance of act is excuse. 39. Out of the following, which statute is older than the others? Indian Penal Code 1860. 40. Lawyers are officers of the court and are constituted into an independent profession under the Advocates Act. 41. In relation to a case, the term res sub judice means that the case is pending before the court pending litigation. 42. Remarks of a judge which are made casually and are not relevant to the case in hand are known as obiter dicta. യെസ്, എനി ഡൗട്ട്? Yes, sir. ഇല്ല സാർ. യെസ്. 43 അല്ലേ? 43. In which landmark judgment did Supreme Court of India lay down the guidelines against the sexual harassment of women at workplace? നമ്മൾ മുമ്പേ പഠിച്ചതാ. ഏതാ? വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. യെസ്, വിശാഖ കേസ്. 43 ഡി, വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. അടുത്തത്, who is associated with remark the law in its majesty equally forbids rich and poor alike to sleep under the bridge of the buck in the street and to steal their bread. എന്തെങ്കിലും മനസ്സിലായോ? ആരാണ് താഴെ പറയുന്ന റിമാർക്കുമായി കോട്ടിങ്ങുമായി ബന്ധപ്പെട്ടത്? ഏത് കോട്ടിങ്ങുമായി? ദ ലോ, നിയമം എന്ന് പറഞ്ഞാൽ ഇൻ ഇറ്റ്സ് മജസ്റ്റി ഈക്വലി എന്തായിരിക്കണം? ജഡ്ജിക്ക് മുമ്പിൽ തുല്യമായിരിക്കണം. ദ മജസ്റ്റി ഈക്വലി. ഫോർബിഡ്സ് റിച്ച് ആൻഡ് പുവർ അലൈക്ക്, പണക്കാരനെയും പാവപ്പെട്ടവനെയും ഒരേപോലെ ടു സ്ലീപ്പ് അണ്ടർ ദ ബ്രിഡ്ജ് ഓഫ് ബക്ക് ഇൻ ദ സ്ട്രീറ്റ്. ഓക്കെ. മാത്രമല്ല, പണക്കാരനെയും പാവപ്പെട്ടവനെയും സ്ട്രീറ്റിലെ ബഗറേയും ഒരേപോലെ പരിഗണിക്കണം. ആൻഡ് സ്റ്റീൽ ദെയർ ബ്രെഡ്. എന്താണ് അവരുടെ ബ്രെഡ്? ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം. ബ്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയും മോഷ്ടിക്കുന്നവരെയും ഒരുപോലെ പരിഗണിക്കണം. ആരെയൊക്കെ? പണക്കാരനെ, പാവപ്പെട്ടവനെ, ഭിക്ഷക്കാരനെ. ഭക്ഷണം മോഷ്ടിക്കുന്നവർ, ഭക്ഷണത്തിന് വേണ്ടി മോഷണം നടത്തുന്നവർ, ജീവിക്കാൻ വേണ്ടി മോഷണം നടത്തുന്നവരെയും ഒരുപോലെ പരിഗണിക്കുന്നതായിരിക്കണം എന്താണ്? ലോ എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ആരാണ്? അനറ്റോലി ഫ്രാൻസ്. അദ്ദേഹമാണ് ഈ കോട്ടിങ്ങുമായി ബന്ധപ്പെട്ടത്. പിടികിട്ടിയോ? യെസ്. ആ കോട്ടിങ് മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? യെസ്. The act which is not enacted by the Britishers of India. താഴെ പറയുന്നതിൽ ബ്രിട്ടീഷുകാർ പാസ്സാക്കാത്ത ഇന്ത്യയിലെ ഒരു നിയമമാണ് ഏതാണ് നിയമം? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. അങ്ങനല്ല നമ്മൾ പഠിക്കേണ്ടത്. ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ നിയമമാണ് ബാക്കിയെല്ലാം. ഏതാണ്? ഇന്ത്യൻ പീനൽ കോഡ് 1860 ആണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എത്രയാണ്? 1872. ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എഴുതിയതാരാ? ഡ്രാഫ്റ്റ് എഴുതിയതാരാ? സർ ജെയിംസ് സ്റ്റീഫൻ. അദ്ദേഹമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഡ്രാഫ്റ്റ് എഴുതിയത്. അതെല്ലാം ബ്രിട്ടീഷുകാരുണ്ടാക്കി തന്ന നിയമമാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ത്യയിൽ ആരെയും ശിക്ഷിക്കാൻ പറ്റുന്നില്ല. അതൊരു എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്തുകൊണ്ടാണ്. കാര്യം എന്താണെന്നറിയാമോ? ഈ കറപ്ഷൻ നടത്തുന്ന ഭൂരിപക്ഷം പേരും പാർലമെൻറ്റിലും നിയമസഭയിലും ഈ നിയമനിർമ്മാണ സഭയിലും ഒക്കെ ഇരിക്കുക. അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാക്കി വെച്ചിട്ടേ അവർ നിയമം ഉണ്ടാക്കും. മനസ്സിലായോ? അടുത്തത്,
The parties to a dispute may refer their dispute to an independent third party under the provisions of dash. തർക്കമുള്ള രണ്ടുപേര്, പാർട്ടി ടു ഡിസ്പ്യൂട്ട്, തർക്കമുള്ള രണ്ടുപേര് മേ റെഫർ, വേണമെങ്കിൽ റെഫർ ചെയ്യാം, ദർ ഡിസ്പ്യൂട്ട്, അവരുടെ തർക്കം, ടു ദ ഇൻഡിപെൻഡൻറ്റ് തേർഡ് പാർട്ടി അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഡാഷ്. ഏത് പ്രൊവിഷൻ പ്രകാരം ചെയ്യാം? ഏത് പ്രൊവിഷൻ പ്രകാരം ചെയ്യാം? ഞാനും അഞ്ജുഷമോളും തമ്മിൽ തർക്കമുണ്ട്. കോടതി പോയി ഇങ്ങനെ കേസ് നടത്തി ഒത്തിരി വർഷമായി. ഇതെങ്ങനെയെങ്കിലും അങ്ങ് തീരണം. അപ്പോൾ ഞാനും അഞ്ജുഷമോളും കൂടെ തീരുമാനിക്കുകയാണ്, ഇതൊരു ആർബിട്രേറ്ററെ ഇൻഡിപെൻഡൻറ്റ് പേഴ്സണെ ഏൽപ്പിക്കാം. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് പേഴ്സണെ ഏൽപ്പിക്കണമെങ്കിൽ താഴെ പറയുന്ന ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിക്കും? മനസ്സിലായോ? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിക്കും? ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് 1996. യെസ്. CPC പ്രകാരം സിവിൽ കോടതി പോകാം, CRPC പ്രകാരം ക്രിമിനൽ കോടതി പോകാം, ആർബിട്രേഷൻ ആക്ട് പ്രകാരം ആർബിട്രേറ്റർ ഏൽപ്പിക്കാം. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ CPCയുടെ എന്താണ്? ചെറിയ നിയമമാണ് ലിമിറ്റേഷൻ. CPC എന്ന് പറയുന്നത് പേരൻ്റൽ ആക്റ്റും ലിമിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ആക്ട്, കൊച്ചു നിയമം. മനസ്സിലായോ? യെസ്. Decision given by the court is named as dash. കോടതി എടുക്കുന്ന തീരുമാനത്തിന് എന്തു പറയും? അഡ്ജുഡിക്കേഷൻ. അഡ്ജുഡിക്കേഷൻ്റെ അർത്ഥം എന്താ? ജുഡീഷ്യൽ ഡിസിഷൻ. എന്തോന്ന്? ജുഡീഷ്യൽ ഡിസിഷൻ. ജുഡീഷ്യൽ ഡിസിഷൻ, അഡ്ജുഡിക്കേഷൻ. അഡ്ജുഡിക്കേഷന് പോകാം എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോകാമെന്ന അർത്ഥം. മീഡിയേഷനും കൺസീലിയേഷനും ആർബിട്രേഷനും എല്ലാം ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് 1996 പരിധിയിൽ വരുന്നതാണ്. മനസ്സിലായോ? യെസ്. 47 ഒന്ന് വായിച്ചേ മക്കളെ. 43. In which landmark judgment did the Supreme Court of India lay down guidelines against sexual harassment of women at workplace? Visaga versus State of Rajasthan. 44. Who is associated with the remark, the law in its majestic equality forbids rich and poor alike to sleep under bridges, to beg in the streets, and to steal their bread? Anatoly France. 45. The act which is not enacted by the Britisher of India, Prevention of Corruption Act. 46. Parties to a dispute may refer their disputes to an independent third party under the provisions of Arbitration and Conciliation Act 1996. 47. Decision given by a court is named as adjudication. In which landmark judgment did the Supreme Court of India lay down guidelines against sexual harassment of women at workplace? Visaga versus State of Rajasthan. 44. Who is associated with the remark, the law in its majestic equality forbids rich and poor alike to sleep under bridges, to beg in the streets, and to steal their bread? Anatoly France. 45. The act which is not enacted by the Britishers for India, Prevention of Corruption Act. 46. Parties to dispute may refer their disputes to an independent third party under the provisions of Arbitration and Conciliation Act 1996. 47. Decision given by court is named as adjudication. Any doubt? Yes, sir. Yes. An act done within the powers is termed as intra-virus. അത് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനകത്ത്. അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു വാക്കും കൂടെ വരും പരീക്ഷയ്ക്ക്. അതാണ് കിടപ്പുണ്ട്. ഓക്കെ. An act done within the powers is termed as intra-virus. ആ ഒരു അധികാരത്തിൻ്റെ അകത്ത് നിന്ന് ഒരാൾ പ്രവർത്തിച്ചാൽ അയാളെ ഇൻട്രാ-വൈറസ് എന്ന് പറയും. ഒരധികാരത്തിന് പുറത്ത് നിന്ന് ഒരാൾ പ്രവർത്തിച്ചാൽ അതിനെ അഡ്രാ-വൈറസ് എന്ന് പറയും. മനസ്സിലായോ? യെസ്. സബ് ഇൻസ്പെക്ടറായ ഒരാൾ CAയുടെ പണി ചെയ്യാൻ പാടില്ല.
അയാൾ സബ് ഇൻസ്പെക്ടറുടെ പണി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ സബ് ഇൻസ്പെക്ടറുടെ പണി ചെയ്താൽ അതിനെ ഇൻട്രാ വൈറസ് എന്ന് പറയും. സബ് ഇൻസ്പെക്ടർ ആരുടെ ജോലി ചെയ്താൽ, CIയുടെ ജോലി ചെയ്താൽ അതിന് എന്ത് പറയും? അൾട്രാ വൈറസ് എന്ന് പറയും. അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ അതോറിറ്റി ഓഫ് ലോ. ആൻ ആക്ട് ബിയോണ്ട് ദ അതോറിറ്റി ഓഫ് ലോ. അധികാരമില്ലാതെ ഒരാൾ പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? അൾട്രാ വൈറസ് ആക്ട് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഇൻട്രാ വൈറസും അൾട്രാ വൈറസും പഠിച്ചിരിക്കണം. ഓക്കെ. അടുത്തത് അണ്ടർ ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട്. ആ പേര് കൊണ്ട് തന്നെ അത് മേജറാണ് ആരാണ്, മൈനർ ആരാണ് എന്ന് പറയുന്ന ആക്ടാണ്. അണ്ടർ ദ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് എ മേജർ ഈസ് എ പേഴ്സൺ ഹൂ ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് ഡാഷ്. എത്രയാണ്? 18 years. ഇന്ത്യയിൽ ഒരു ആക്ട് ഉണ്ട്, മെജോറിറ്റി ആക്ട്. ആ ആക്ട് പ്രകാരം, നിയമപ്രകാരം ഇന്ത്യയിൽ ഒരാൾ മേജർ ആകുന്നത് എത്ര വയസ്സ് മുതലാണ്? 18 വയസ്സ് മുതലാണ്. അടുത്തത് എ പേഴ്സൺ ഹൂസ് ഗാർഡിയൻ ഹാസ് ബീൻ അപ്പോയിന്റഡ്, അറ്റൈൻസ് ദ ഏജ് ഓഫ് അറ്റ് ഡാഷ്. എ പേഴ്സൺ ഒരു വ്യക്തി, ഹൂസ് ഗാർഡിയൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് അയാളുടെ ഗാർഡിയനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്, അറ്റൈൻ ദ ഏജ് ഓഫ് അറ്റ് ഡാഷ് എത്ര വയസ്സാകുമ്പോഴാണ് അയാൾക്ക് എന്തിന് ആവശ്യം വരുന്നത്? ഗാർഡിയൻ്റെ ആവശ്യം വരുന്നത്. എത്ര വയസ്സാകുമ്പോഴാണ്? 21 years. കോടതി ഒരാളെ ഗാർഡിയനായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്താൽ 21 years അയാൾക്ക് പ്രായമാകുന്നത് വരെ ഗാർഡിയൻ ഉണ്ടാകും. മനസ്സിലായോ? മനസ്സിലായോ? ഒന്നുകൂടി പറയോ സാർ? കോടതി ഒരാളെ ഗാർഡിയനായിട്ട് അപ്പോയിൻമെന്റ് ചെയ്യുന്നു ഒരു മൈനർക്ക് വേണ്ടി. ഓക്കെ. 18 വയസ്സായ അയാൾ മേജർ ആയെങ്കിലും പക്ഷേ കോടതി അപ്പോയിൻമെന്റ് എന്ന ഗാർഡിയൻ എത്ര വയസ്സ് വരെ ഉണ്ടാകും? 21 years വരെ ഉണ്ടാകും. ലെക്സ് ഫോറി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? The law of the court in which case is tried. യെസ്. എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകണമെങ്കിൽ വേറൊരു സാധനം കൂടെ പറയണം. ലെക്സ് ലോസി ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. ലെക്സ് ലോസി എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ദ ലാൻഡ് എന്നാണ് ലെക്സ് ലോസി എന്ന് പറഞ്ഞ അർത്ഥം. എന്താണ്? ലോ ഓഫ് ദ ലാൻഡ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂപ്രദേശത്തിൽ കാലുറച്ച് നിൽക്കുന്ന ആർക്കും ആ നിയമം ബാധകമാണ്. ലോ ഓഫ് ദ ലാൻഡ്, ലെക്സ് ലോസി ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ലെക്സ് ലോസി ലോ ആണ്. ഇന്ത്യയിലെ എല്ലാവർക്കും ബാധകം. ലെക്സ് ഫോറി എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ദ ഫോറം, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ഉള്ള നിയമം എന്ന് പറഞ്ഞാൽ മോട്ടോർ ആക്സിഡന്റ് ക്ലൈംസ് ട്രിബ്യൂണൽ, അപകടം പറ്റുന്നവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ഫാമിലി കോർട്ട് ആക്ട് ആർക്കാണ്? ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ. വിവാഹ ബന്ധത്തിലും ഉള്ള ബന്ധങ്ങൾക്ക് മാത്രമേ ഫാമിലി കോർട്ട് ആക്ട് ബാധകമാകൂ. മനസ്സിലായോ? മനസ്സിലായോ? ലെക്സ് ഫോറി ലോ. പിന്നെ വേറെ ലോ ഉണ്ട്, പേഴ്സണൽ ലോ. എന്ത് ലോ? പേഴ്സണൽ ലോ. ഹിന്ദു മാരേജ് ആക്ട് മുസ്ലിമിന് ബാധകമാണോ? അല്ല. അതുകൊണ്ട് ഹിന്ദു മാരേജ് ആക്ട് ഈസ് എ പേഴ്സണൽ ലോ. മുസ്ലിം മാരേജ് ആക്ട് ഹിന്ദുക്കൾക്ക് ബാധകമാണോ? അല്ല. അതുകൊണ്ട് മാരേജ് ആക്ടുകളെല്ലാം പേഴ്സണൽ ലോയാണ്. മനസ്സിലായോ? ലെക്സ് ഫോറി ലോ ഓഫ് ദ ഫോറം. ലോ ഓഫ് ദ ഫോറം അങ്ങനെ എഴുതി വെക്കണം. ലെക്സ് ഫോറി ലോ ഓഫ് ദ ഫോറം. ദ ലോ ഓഫ് ദ കോർട്ട് വിച്ച് ദ കേസ് ഈസ് ട്രൈഡ്. ലോ ഓഫ് ദ ഫോറം, ഏത് ഫോറത്തിലാണോ ആ കേസ് വരുന്നത് അവർക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. ഒന്ന് നമ്മളിപ്പം പറഞ്ഞല്ലോ, ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട്, ഇറ്റ് ഈസ് എ ലെക്സ് ഫോറി ലോ. ആർബിട്രേഷൻ കൺസീലിയേഷൻ പ്രൊസീഡിങ്സിന് മാത്രമേ അത് ഉപയോഗിക്കൂ. മനസ്സിലായോ?
മിണ്ടുന്നില്ലേ? മനസ്സിലായി സാർ. യെസ്. അടുത്തത്, വാട്ട് ഡസ് ദ ഫ്രേസ് ലെക്സ് എക്സ്റ്റ് നോർമ റെസിറ്റി മീൻസ്? ലെക്സ് എസ് നോർമ റെസിറ്റി എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം? ലോ ഈസ് ദ റൂൾ ഓഫ് റൈറ്റ്. ആ, ലോ ഈസ് ദ റൂൾ ഓഫ് റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ അവകാശം. അവകാശം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ എന്താ? വാട്ട് ഈസ് എ റൈറ്റ്? അഞ്ജുഷ മോളെ, വാട്ട് ഈസ് എ റൈറ്റ്? അഞ്ജുഷ മോള് പോയാ? ഇല്ല സാർ. പറ, വാട്ട് ഈസ് എ റൈറ്റ്? പറ പറ, അഖില മോള് പറ. ഇല്ലേ? ശരി. അടുത്തത്, ദ യൂണിഫോം സിവിൽ കോഡ് വാസ് ഡിസ്കസ്ഡ് അറ്റ് ദ ലെങ്ത് ഇൻ ദ കേസ് ഓഫ് ഡാഷ്. യൂണിഫോം സിവിൽ കോഡ് എന്താണ്? യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിലുള്ള എല്ലാവർക്കും സ്വത്ത് നിയമം ഒന്നായിരിക്കണം. മുസ്ലിം പേഴ്സണൽ ലോ വേണ്ട, ഹിന്ദു പേഴ്സണൽ ലോ വേണ്ട, ക്രിസ്ത്യൻ പേഴ്സണൽ ലോ വേണ്ട എന്ന് പറയുന്ന ഇത് ഏത് കേസിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത്? ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് എവിടെയാണ്? ഷബാനോ ബീഗം കേസ്. ഷബാനോ ബീഗം കേസിന്റെ പ്രത്യേകത എന്താണ്? ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും. യെസ്. മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷബാനോ ബീഗം. മുസ്ലിം സ്ത്രീകൾക്ക് ഡൈവോഴ്സ് അനുവദിച്ചു കഴിഞ്ഞാലും റീമാരി ചെയ്യുന്നത് വരെ ഭർത്താവ് ചെലവിന് കൊടുക്കണം എന്ന് പറയുന്ന നിയമമാണ് മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷബാനോ ബീഗം കേസിലുണ്ടായത്. മനസ്സിലായോ? അതെന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ മാഗ്ന കാർട്ട. ആ കേസിന് മുമ്പേ മുസ്ലിം സ്ത്രീകളെ ഡൈവോഴ്സ് ചെയ്താൽ ചെലവിന് കിട്ടത്തില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ദീർഘവീക്ഷണമുള്ള നല്ല കുറച്ച് ജഡ്ജിമാരെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കേസിന് അങ്ങൊരു വിധി കിട്ടിയത്. മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷബാനോ ബീഗം. ഓക്കെ. ഇപ്പൊ ഇരിക്കുന്ന ഒരു ദീർഘവീക്ഷണമുള്ളവരല്ല എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. യെസ്, വായിക്കൂ മക്കളെ. An act done with the powers is termed as intravirus. The term ultravirus means an act beyond the authority of law. 48. Under the Indian Majority Act, a major is a person who has attained the age of 18 years. 49. A person whose guardian has been appointed attains the age of majority at 21 years. 50. Lex fori means the law of the court in which case is tried. 51. What does the phrase lex est norma recti means? Law is a rule of right. 52. The Uniform Civil Code was discussed at length in the case of Shabano case. An act done within the powers is termed as intravirus. The term ultravirus means an act beyond the authority of law. 48. Under the Indian Majority Act, a major is a person who has attained the age of 18 years. 49. A person whose guardian has been appointed attains the age of majority at 21 years. 50. Expiry means the law of the court in which case is tried. 51. What does the mean? Law is the rule of right. 52. The Uniform Civil Code was discussed at length in the case of Shahbano case. Yes. The chairman of the first law commission of India ആരാണ്? MC Setalwar. MC Setalwar, the chairman of the first law commission of India. ആ ക്വസ്റ്റ്യനൊരു കുഴപ്പമുണ്ട്. ഫസ്റ്റ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ IPC പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ആരാണ്? മെക്കാളെയാണ്, ലോർഡ് മെക്കാളെ അല്ലേ? യെസ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ലോ കമ്മീഷനെ കുറിച്ചാണ് ഈ ചോദ്യം.
സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് ലോ കമ്മീഷനാണ് ആ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. MC സതൽവാദ്. അടുത്തത് ദ ചെയർമാൻ ഓഫ് 21st ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരാണ്? ജസ്റ്റിസ് ബൽവീർ സിംഗ് ചൗഹാൻ. ജസ്റ്റിസ് ബൽവീർ സിംഗ് ചൗഹാൻ എന്ന് പറഞ്ഞാൽ 21st ലോ കമ്മീഷനാണ് ഇപ്പം അവസാനമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചേക്കുന്നത്. ബൽവീർ സിംഗ് ചൗഹാൻ. അടുത്തത് ദ ഫസ്റ്റ് ലോ കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് വിച്ച് വൈസ്രോയ്? ആരാണ്? The first law commission was established in India under the chairmanship of which viceroy? ഏത് വൈസ്രോയുടെ നിയന്ത്രണത്തിലാണ് ആദ്യത്തെ ലോ കമ്മീഷൻ ഉണ്ടായത്? ഏത് വൈസ്രോയുടെ നിയന്ത്രണത്തിലാണ്? ലോർഡ് മെക്കാളെ. മെക്കാളെ പ്രഭുവിൻ്റെ നിയന്ത്രണത്തിലാണ് ആദ്യത്തെ ലോ കമ്മീഷൻ ഇന്ത്യയിൽ പ്രവർത്തിച്ചത്. അതാണ് 1860 IPCക്ക് കാരണമായ ലോ കമ്മീഷനാണ്. IPC എത്രത്തോളം ദീർഘവീക്ഷണത്തോടെ എഴുതിയ ഒരു നിയമമാണെന്നറിയാമോ? എത്രത്തോളം ദീർഘവീക്ഷണം, എന്തെല്ലാം സയൻറ്റിഫിക് കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് വെയർ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഹൈക്കോർട്ട്? ദ സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൻ്റെ ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? നൈനിറ്റൽ. നൈനിറ്റലിൻ്റെ പ്രത്യേകത എന്താ? ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് കേട്ടോ നൈനിറ്റൽ. കേട്ടോ? ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, നൈനിറ്റാൽ. അടുത്തത് പേഴ്സോണ നോൺ ഗ്രേഷ്യ. പേഴ്സോണ നോൺ ഗ്രാറ്റ എന്നാണ് എഴുതിയേക്കുന്നത്, ഗ്രേഷ്യ എന്നാണ് ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ. പേഴ്സോണ നോൺ ഗ്രേഷ്യ മീൻസ് ഡാഷ്. എന്താണ് പേഴ്സോണ നോൺ ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ? ആൻ അൺവെൽക്കം പേഴ്സൺ. എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ. മനസ്സിലായോ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമല്ല, എനിക്കൊരാളെ ഇഷ്ടമല്ല. അതാണ് പേഴ്സോണ നോൺ ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ. ആൻ അൺവെൽക്കം പേഴ്സൺ. എനിക്ക് അയാൾ ഇഷ്ടമല്ല. ന്യായീകരണങ്ങളൊന്നുമില്ല, എനിക്കിഷ്ടമല്ലാത്തതാണ്. അതിനാണ് എന്ത് പറയുന്നത്? പേഴ്സോണ നോൺ ഗ്രേഷ്യ. ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം LLBക്കാർ ഇങ്ങനെ പറഞ്ഞാൽ മതി, പേഴ്സോണ നോൺ ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് മനസ്സിലാവത്തുമില്ല, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. മനസ്സിലായോ? The term immemorial under English lawyer refers to the usage of which has existed prior to dash. എന്താ ക്വസ്റ്റ്യൻ്റെ അർത്ഥം? The term immemorial, ഓർമ്മയില്ലാത്ത കാലം. ഇമ്മമോറിയൽ, ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത കാലം. അണ്ടർ ഇംഗ്ലീഷ് ലോ, ഇംഗ്ലീഷ് ലോയിൽ ഇമ്മമോറിയൽ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ യൂസേജ് വിച്ച് എക്സിസ്റ്റഡ് പ്രയർ ടു. ഏതിനു മുമ്പുള്ള വർഷമാണ് ഇമ്മമോറിയൽ എന്ന് ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത്? ഏതാണ്? 1189 AD മുകളിലുള്ള സമയത്തിനെയാണ് ടൈം ഇമ്മമോറിയൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ നമ്മൾ പറഞ്ഞേ? But the term immemorial under the English lawyers refers to the usage which has existed prior to dash. 1189 AD മുകളിലുള്ള സമയങ്ങൾ ഇമ്മമോറിയൽ ആണ് എന്ന് ഇംഗ്ലീഷ് ലോ പറഞ്ഞിട്ടുണ്ട്. The first country to legalize euthanasia. euthanasia എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? എന്ത് കില്ലിങ്? അതെ, മേഴ്സി. മേഴ്സി 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 ഞങ്ങളോടൊപ്പം മേഴ്സി കാണിക്കണമേ. ഓക്കെ, ഏത് രാജ്യമാണ് മേഴ്സി കില്ലിങ്? നെതർലാൻഡ്. മേഴ്സി കില്ലിങ്ങിന്റെ ന്യായം എന്താണെന്നറിയാമോ?
The chairman of First Law Commission of India, M.C. Sedalwat. Chairman of 21st Law Commission of India, Justice Balbir Singh Chauhan. 53. The first law commission was established in India under the chairman of which viceroy? Lord Macaulay. 54. Where has been established High Court for the state of Uttarakhand? Nainital. 55. Persona non grata means an unwelcome person. 56. The term immemorial under English law refers to a usage which has existed prior to 1189 AD. 57. The first country to legalize euthanasia, Netherlands. The chairman of First Law Commission of India, M.C. Sedalwat. Chairman of 21st Law Commission of India, Justice Balbir Singh Chauhan. 53. The first Law Commission was established in India under the chairmanship of which viceroy? Lord Macaulay. 54. Where has been established High Court for the state of Uttarakhand? Nainital. 55. Persona non grata means an unwelcome person. 56. The term immemorial under English law refers to a usage which has existed prior to 1189 AD. 57. The first country to legalize euthanasia, Netherlands. Yes. Next question 58. The second country to legalize euthanasia. ഏതാണ്? Belgium. ബെൽജിയം. ഫസ്റ്റും സെക്കൻഡും പഠിക്കണം. ഓക്കെ, അടുത്തത്. The Indian concept of Lokpal and Loka Ayukta have their Scandinavian equivalent in dash. അർത്ഥം മനസ്സിലായോ? ഇന്ത്യയിൽ ലോകപാലെന്നും ലോകായുക്ത എന്നും പറയുന്നതിൻ്റെ സ്കാൻഡീവിയൻ ഇക്വലൻ്റ് എന്താണ്? സ്കാൻഡീവിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സാങ്ഷൻസ് ആൻഡ് ഇക്വലൻ്റ് എന്താണ്? ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹി ഓൾവേസ് സ്പീക്ക് ട്രൂത്ത്. സത്യം മാത്രമേ പറയൂ. ഓംബുഡ്സ്മാൻ. സ്പീക്ക് ട്രൂത്ത്. ട്രൂത്ത്, സത്യം. ഹി ഓൾവേസ് സ്പീക്ക് ട്രൂത്ത് എന്നാണ് ഓംബുഡ്സ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. Next question. What is the meaning of administration of justice? Administration of justice. Yes, നോക്കൂ. What is the meaning of administration of justice? അപ്പോൾ administration of justice എന്ന് പറയുമ്പോൾ നിങ്ങൾ മറന്നു പോകാതെ പഠിക്കേണ്ട ഒരു ഒരു കോട്ടിംഗ് ആണിത്. ലോയറിംഗ് ഈസ് എ പാർട്ട് ഓഫ് administration of justice, not a money making trade. Justice according to law. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതി നടപ്പാക്കലാണ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ആക്ടിംഗ് ലോ. ആക്ടിംഗ് ലോ, നീതി. ആക്ടിംഗ് ലോ, പ്രവർത്തിക്കുന്ന നിയമമാണ് നീതി. ഒരു നിയമം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതെന്തല്ല? നീതിയല്ല. നമ്മൾ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ലെന്ന്. ഏട്ടിലെ പശു, ഏടെന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകത്തിൽ വരച്ചേക്കുന്ന പശു, പുസ്തകത്തിൻ്റെ ഏടുകളിലെ പശു പുല്ല് തിന്നത്തില്ലെന്ന്. അതും പശുവാണ്, തൊഴുത്തിൽ കെട്ടിയേക്കുന്നതും പശുവാണ്. പക്ഷെ തൊഴുത്തിലെ പശു എന്ത് ചെയ്യും? പുല്ല് തിന്നും. ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ല. ഓക്കെ, നിയമം പ്രവർത്തിച്ചില്ലെങ്കിൽ നീതിയില്ല, നിയമമുണ്ട്, നീതിയില്ല. ഓക്കെ, മനസ്സിലായോ? When a husband give gifts or ornament, cloth, etc. to his wife, then such a transaction is legally called dash. എന്തെന്ന് പറയും? Paraphernalia. Paraphernalia. Yes. അതെന്താണ്? Is it maintenance?
നോ. ഡവറി ആണോ? അല്ല. അല്ല. ബ്രൈഡ് പ്രോപ്പർട്ടി ആണോ? അല്ല. മഹറാണോ? അല്ല. 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 അതെന്താ സാർ? ഏതാ? പാര. എന്ന് പറഞ്ഞാൽ ചെലവിന് കൊടുക്കൽ. ചെലവിന് കൊടുക്കൽ എന്ന് പറയുന്നത് പദം നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് പിരിഞ്ഞ് താമസിക്കുമ്പോൾ കൊടുക്കുന്നതിനാണ് ചെലവിന് കൊടുക്കൽ എന്ന് പറയുന്നത്. കേട്ടോ? ഇനി നെക്ലേസ് വേണം എന്ന് പറഞ്ഞാൽ നെക്ലേസ് മേടിച്ചു കൊടുക്കും. കാഞ്ചീപുരം ബനാറസ് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു കൊടുക്കും. അതിനെല്ലാം ഏതിൽ വരും? പാരാ ചെറുമേറിയിൽ വരും. കേട്ടോ? അതിനല്ലേ ഭാര്യയെ പണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ സഹധർമ്മിണി എന്ന് പറയുന്നത്. ഒരുമിച്ച് ധർമ്മം ചെയ്യുന്നവൾ എന്നാണ് എൻ്റെ അർത്ഥം, സഹധർമ്മിണി. അടുത്ത 62. ദ പ്രീവിയസ് ജഡ്ജ്മെന്റ് കോട്ടഡ് ബൈ ദ കോർട്ട് ടു ഡിസൈഡ് ദ സിമിലർ സെറ്റ് ഓഫ് ഫാക്ട്. അതിനെന്താ പറയും? പ്രീസിഡന്റ്. പ്രീസിഡന്റ്. പ്രീസിഡന്റ് എന്ന് പറഞ്ഞാൽ ദ ഡിസിഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഈസ് ബൈൻഡിങ് ദ സിമിലർ ഫാക്ട്. ഇന്നലകളിൽ തീരുമാനിച്ച ഒരു കേസിൻ്റെ അതേ ഫാക്റ്റോട് കൂടി പുതിയൊരു കേസ് വന്നാൽ ആ ജഡ്ജിമെന്റ് ഇതിനകത്ത് കൂട്ടി ചെയ്തിട്ട് പറയും അതും ഇതുപോലെ തീരുമാനിച്ചു. അതിന് സുപ്രീം കോടതി എടുക്കുന്നൊരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? ദിസ് മാറ്റർ ഈസ് ഓൾറെഡി ഡിസൈഡഡ്, അലൗഡ് അല്ലെ ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞത്. കൂടുതലൊന്നും വർത്താനം പറയത്തില്ല. ദിസ് ഫാക്ട് ഈസ് ഓൾറെഡി ഡിസൈഡ്, അലൗഡ് അല്ലെങ്കിൽ ഡിസ്മിസ്ഡ്. പ്രീസിഡന്റ്. അടുത്തത്, ദ ടേം ക്വാസി മീൻസ് ഡാഷ്. എന്താണ് ക്വാസി? as if it were. ആസ് ഇറ്റ്സ് വെയർ. അതാണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്. ജുഡീഷ്യറി എന്ത് ചെയ്യുന്നു അതുപോലെ നമ്മൾ ഇവിടെയും ചെയ്യും. ക്വാസി ജുഡീഷ്യൽ ബോഡി. ആസ് ഇറ്റ് വെയർ, ആസ് ഇഫ് ഇറ്റ് വെയർ, അതിനെയാണ് ക്വാസി എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ഓർക്കേണ്ടത് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. എന്ത് ബോഡി? ക്വാസി ജുഡീഷ്യൽ ബോഡി. യെസ്. അപ്പോൾ വായിച്ചോ. The second country to legalize euthanasia, Belgium. 59. The Indian concept of Lokpal and Lokayukta have their Scandinavian equivalent in Ombudsman. 60. What is the meaning of administration of justice? Justice according to law. 61. When a husband gives gift or ornaments, clothes, etc. to his wife, then such a transaction is legally called paraphernalia. 62. Previous judgment quoted by the court to decide on a similar set of facts, precedent. 63. The term quasi means as if it were. അഞ്ജുഷ്മോൾ വായിച്ചേ. 58. The second country to legalize euthanasia, Belgium. 59. The Indian concept of Lokpal and Lokayukta have their Scandinavian equivalent in Ombudsman. 6. What is the meaning of administration of justice according to law? 61. Husband gives gift or ornaments, clothes, etc. his wife, then such transaction is legally called paraphernalia. Previous judgment quoted by court to decide on a similar set of facts, precedent. 63. The term quasi means as if were.